ആദ്യത്തെ 2 ചാപ്റ്ററുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം, റിവർ വാലി സിവിലൈസേഷൻ, നദീതട സംസ്കാരങ്ങളുടെ എന്നീ 2 ചാപ്റ്ററുകൾ ചർച്ച ചെയ്തത് ചരിത്രമായിരുന്നു, ഹിസ്റ്ററിയെക്കുറിച്ചായിരുന്നു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് ജോഗ്രഫിയാണ്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് എന്നാണ്, ഭൗമ രഹസ്യങ്ങൾ തേടി എന്നാണ്. എല്ലാ ചാപ്റ്ററുകൾ തുടങ്ങുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് ജോഹനാസ്ബർഗ്. ആ ജോഹനാസ്ബർഗ് തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണോറിയ. ആ വെസ്റ്റോണോറിയയിൽ ഒരു പേനങ് സ്വർണ്ണ ഖനിയുണ്ട്. അതിനടുത്താണ് പേനങ് സ്വർണ്ണ ഖനി, പേനങ് ഗോൾഡ് മൈൻ. ഗോൾഡ് മൈൻ എന്ന് പറയുന്ന KGF സിനിമയിൽ നിങ്ങൾ കാണാൻ സാധിക്കും, മൈൻ. അപ്പോൾ ആ സ്വർണ്ണഖനി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രപ്രവർത്തകൻ 3 ദിവസമായി ആ പട്ടണത്തിൽ താമസിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അനുമതി ലഭിക്കുന്നില്ല. അദ്ദേഹം തിരികെ പോകാനായിട്ട് തീരുമാനമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പേനങ് ഗോൾഡ് മൈനിൽ നിന്നും അവിടുത്തെ മാനേജർ അദ്ദേഹത്തെ വിളിക്കുന്നു, ഉടനെ ഇവിടെ എത്തുക. അദ്ദേഹം ഉടനെ കാറും എടുത്ത് അവിടേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ എന്തൊക്കെയാണ് നൽകുന്നതെന്ന് നോക്കുക. ഗവ് മീ ദ ഓക്സി ബോക്സ്. എന്ത് കൊടുക്കുന്നു? ഒരു ഓക്സി ബോക്സ് നൽകുന്നു. എ ലൈഫ് സേവിംഗ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊട്ടക്ട് മീ ഫ്രം ദ പോയിസണസ് ഗ്യാസ് ഫ്രം ദ എർത്ത്സ് ഇന്റീരിയർ, എ ഹെൽമെറ്റ് വിത്ത് എ ടോർച്ച് ആൻഡ് എ പ്രൊട്ടക്റ്റീവ് കോട്ട് ടു പ്രിവെന്റ് ഹീറ്റ്. എന്തൊക്കെയാണ് അതിന് നൽകുന്നത്? വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന ഓക്സി ബോക്സ് എന്ന ജീവൻ രക്ഷാ കവചം. ഗിവ് മീ ദ ഓക്സി ബോക്സ്, എ ലൈഫ് സേവിംഗ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊട്ടക്ട് മീ ഫ്രം ദ പോയിസണസ് ഗ്യാസ് ഫ്രം ദ എർത്ത്സ് ഇന്റീരിയർ. അതായത് ഭൂമിയുടെ ഉള്ളറയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഓക്സി ബോക്സ് എന്ന ജീവൻ രക്ഷാ ഉപകരണം നൽകുന്നു. പിന്നെന്താണ്? ഹെൽമെറ്റ് വിത്ത് ടോർച്ച്, ഒരു ടോർച്ചോട് കൂടിയുള്ള ഹെൽമെറ്റ് നൽകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ നൽകുന്നു, എ പ്രൊട്ടക്റ്റീവ് കോട്ട് ടു പ്രിവെന്റ് ദ ഹീറ്റ്. എന്തും കൂടിയാണ് ഒരു കാര്യം കൂടെ നൽകുന്നു, കട്ടിയുള്ള ഒരു കോട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു കോട്ടും കൂടി നൽകുന്നു. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ സ്വാഭാവികമായിട്ടും വിഷവാതകങ്ങൾ ഉണ്ടാവും, അത് പുറത്തേക്ക് വരും, അത് ജീവന് ഭീഷണിയായി തീരും എന്നുള്ളതുകൊണ്ട് ഓക്സി ബോക്സ് എന്ന ജീവൻ രക്ഷാ ഒരു ഉപകരണവും, അതിലുള്ള ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുട്ടാണ്, അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റുള്ള ഒരു ടോർച്ച് നൽകുന്നു. പിന്നെ ചൂടുണ്ടാവും, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചൂടുണ്ടാവും, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് നൽകുന്നു? ഒരു കോട്ടും, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടും കൂടി നൽകുന്നു, പ്രിവെന്റ് ഹീറ്റ്. അങ്ങനെ താഴേക്ക് യാത്ര ആരംഭിക്കുകയാണ്. പേനങ് ഗോൾഡ് മൈനിലേക്ക് പോവുകയാണ്. 100 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു എലവേറ്റർ കാറിനകത്താണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നോക്കേ. ദ ടെമ്പറേച്ചർ ആസ് വി ഡിസെൻഡഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്. താഴേക്ക് പോകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ആഴം കൂടിയപ്പോൾ ചൂട് ക്രമേണ വർദ്ധിച്ചു. ദ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആൻഡ് ഇയേഴ്സ് ക്ലോഗ്ഡ്. ചെവികൾ എന്ത് ചെയ്തു? അടഞ്ഞു. ആൻഡ് ഇയേഴ്സ് ക്ലോഗ്ഡ് ഡ്യൂ ടു പ്രഷർ വേരിയേഷൻ. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? പ്രഷർ എന്ന് വെച്ചാൽ മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ചെവികൾ അടയുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ ഒന്നാമത് ടെമ്പറേച്ചർ വർദ്ധിച്ചു, രണ്ടാമത് ചെവികൾ അടഞ്ഞു. ചെവികൾ അടഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഡ്യൂ ടു വേരിയേഷൻ പ്രഷർ, മർദ്ദവ്യതിയാനം മൂലം എന്ത് സംഭവിച്ചു? ചെവികൾ അടയുകയും ചെയ്തു. അടുത്തതൊന്നാണ് ഓൺലി സോഴ്സ് ഓഫ് ലൈറ്റ് വാസ് ഓൺ ദ സീലിംഗ് ഓഫ് ദ എലവേറ്റർ. ഒരു പ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് മാത്രമേ ഉള്ളൂ. എലവേറ്ററിന് മുകളിൽ നിന്നുള്ള പ്രകാശമായിരുന്നു ഒരേ ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ്. ഇപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്? 2 കാര്യങ്ങളൊന്ന്, ക്രമേണ ചൂട് വർദ്ധിച്ചു. രണ്ടാമത്തെ കാര്യം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. പിന്നെന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്തു, പ്രഷറും വർദ്ധിച്ചു. ആ പ്രഷർ വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെവികൾ അടയുകയും ചെയ്തു. അങ്ങനെ 1000 കൗതുകങ്ങളോട് കൂടി അദ്ദേഹം താഴേക്ക് ഡിസെൻഡഡ് ഇൻ ദ വണ്ടർ ഓഫ് ദ വേൾഡ് മൈൻസ്. അപ്പോൾ 1000 അതിലേറെ കൗതുകങ്ങളോട് കൂടി ഖനിയുടെ അത്ഭുത ലോകത്തിലേക്ക് അദ്ദേഹം താഴ്ന്നിറങ്ങി. ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ ഇത്രയും പറയുന്നുള്ളൂ. വെസ്റ്റോണോറിയയിലെ ദക്ഷിണാഫ്രിക്കയിലെ സ്ഥലമാണ് വെസ്റ്റോണോറിയ. അവിടെ ഒരു പേനങ് ഗോൾഡ് മൈൻ ഉണ്ട്. അത് സന്ദർശിക്കാൻ വേണ്ടി പത്രപ്രവർത്തകൻ എത്തുന്നു. അദ്ദേഹത്തിന് 3 ദിവസം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിന് അനുവാദം ലഭിക്കുന്നില്ല. തുടർന്ന് അദ്ദേഹത്തിന് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ വിളിച്ചു പറയുന്നു, അവിടുത്തെ മാനേജർ വിളിച്ചു പറയുന്നു, അദ്ദേഹം അവിടെ എത്തുന്നു. തുടർന്ന് ഇവിടുത്തെ പേനങ് ഗോൾഡ് മൈനിൽ എത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അദ്ദേഹത്തിന് ഒരു വിഷവാതകങ്ങളിൽ രക്ഷ നേടുന്നതിന് ഒരു ഓക്സി ബോക്സ് നൽകി. കൂടാതെ ഹെൽമെറ്റുള്ള ടോർച്ച് നൽകി. പിന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടും കൂടി കൊടുത്തു. പിന്നെ അദ്ദേഹം താഴേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഒരു 100 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു എലിവേറ്റർ കാറിനകത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ആഴം കൂടിയപ്പോൾ എന്തൊക്കെ സംഭവിക്കും നമ്മൾ മനസ്സിലാക്കിയാണ്. അദ്ദേഹം താഴേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ചെവികൾ അടഞ്ഞു. പിന്നെ ചെവികൾ അടഞ്ഞതിൻ്റെ കാരണം എന്താണ്?
പ്രഷർ വേരിയേഷൻ്റെ ഭാഗമായിട്ട് ദ ഓൺലി സോഴ്സ് ലൈറ്റ് വാസ് ഓൺ ദ സീലിംഗ് ഓഫ് ദ എലവേറ്റർ. അതായത് എലവേറ്റർ കാറിന് മുകളിലുള്ള പ്രകാശത്തിൻ്റെ എലവേറ്റർ കാറിൽ നിന്നുള്ള പ്രകാശം മാത്രമായിരുന്നു ഒരേ ഒരു പ്രകാശത്തിൻ്റെ സ്രോതസ്. അദ്ദേഹം അങ്ങനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയ കാര്യം, പത്രപ്രവർത്തകൻ ഖനിൽ തൻ്റെ അനുഭവങ്ങളെ സംബന്ധിച്ചു എഴുതിയ ഒരു ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, ആൾദോ മാൻ മെയ്ഡ് വെഹിക്കിൾ കുഡ് റീച്ച് ആസ് ഫാർ എസ് മാർസ് വിച്ച് ഈസ് അബൌട്ട് 225 മില്യൺ കിലോമീറ്റേഴ്സ് അവേ. അപ്പോൾ ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ? 12 കിലോമീറ്റർ മാത്രമേ. 12 കിലോമീറ്റേഴ്സ് ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത് ഓൺ വിച്ച് ദ ലിവ്. അപ്പോൾ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ? 12 കിലോമീറ്റർ മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ. അത് അഡീഷണൽ റീഡിംഗ് ആണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എവിടം വരെ നമ്മൾ പോയിട്ടുണ്ട്? 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ എത്ര കിലോമീറ്റർ മാത്രമേ പോയിട്ടുള്ളൂ? 12 കിലോമീറ്റർ മാത്രമേ പോയിട്ടുള്ളൂ. നോളജ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ലിമിറ്റഡ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ചില പരിമിതികളുണ്ട്. എന്തൊക്കെയാണ് ആ പരിമിതികൾ? ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻസൈഡ് ദ എർത്ത് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. അല്ലേ? ഭൂമിയിൽ ആഴം കൂടുന്നതനുസരിച്ച് എന്തൊക്കെ വർദ്ധിക്കും? താപവും മർദ്ദവും കൂടുന്നു. താപം എന്ന് വെച്ചാൽ ചൂടും എന്ത് ചെയ്യും? മർദ്ദം, പ്രഷറും എന്ത് ചെയ്യും? കൂടും. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പത്രപ്രവർത്തന ചെവികൾ അടഞ്ഞത്, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രൊട്ടക്റ്റീവ് കോട്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ പറഞ്ഞത് അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻക്രീസ്ഡ്. ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻസൈഡ് ദ എർത്ത് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആഴം കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ദ വേരിയേഷൻസ് ഇൻ പ്രഷർ ഈസ് ഡ്യൂ ടു ദ വെയിറ്റ് എക്സൈറ്റഡ് ബൈ ഓവർലൈങ് ലെയേഴ്സ്. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുള്ള മർദ്ദ വ്യതിയാനത്തിന് കാരണം. ഇപ്പോൾ ഭൂമിയെ പല പാളികളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ ഓരോ പാളിയും തൊട്ട് താഴത്തെ പാളിയുടെ മേൽ എന്ത് ചെയ്യുന്നു? ഭാരം ചെലുത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മർദ്ദം ഉണ്ടാവുന്നത്. ദ വേരിയേഷൻസ് ഇൻ പ്രഷർ, ആ പ്രഷറിലുള്ള വ്യത്യാസം, വേരിയേഷൻസ് ഇൻ പ്രഷർ ഈസ് ഡ്യൂ ടു, അതിൻ്റെ കാരണം വെയിറ്റ് എക്സേർട്ടഡ് ബൈ, എക്സേർട്ടഡ് മീൻസ് ചെലുത്തുക, അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക, എക്സേർട്ടഡ് ബൈ ഓവർലൈങ് ലെയേഴ്സ്. ഓരോ പാളിയും അതിൻ്റെ മുകളിൽ ചെലുത്തുന്ന ഭാരമാണ് മർദ്ദ വ്യതിയാനത്തിന് കാരണം. അപ്പോൾ മർദ്ദവും കൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 5000 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ ചൂട് എത്രയാണ്? എത്ര ഡിഗ്രീസാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്നത് ചൂടെന്ന് പറയുന്നത് 5000 ഡിഗ്രി. ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 5000 ഡിഗ്രി സെൽഷ്യസ്. റിമെമ്പർ ദാറ്റ് ഈവൻ അയൺ മെൽസ് അറ്റ് 1538 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 1538 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു? അയൺ മെൽറ്റ് ആവുന്നു. അപ്പോൾ 1538 ഡിഗ്രി സെൽഷ്യസിൽ ഇരുമ്പ് പോലും ഉരുകി തുടങ്ങും. ഇരുമ്പ് ഉരുകി തുടങ്ങുന്ന ഇതെന്ന് പറയുന്നത് 1538 ഡിഗ്രി സെൽഷ്യസിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ചൂട് എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാനോ അവിടേക്ക് പോകാനോ സാധിക്കുമോ? ഇല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ലിമിറ്റേഷൻ ഇതൊക്കെയാണ്. ആസ് ഓൺ ഗോസ് ഡീപ്പർ ഇൻ ടു ദി എർത്ത്, ഒരാൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻക്രീസ്. എന്ത് സംഭവിക്കും? പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി പ്രഷർ ഡിഫറൻസ് ഒക്വേഴ്സ് ഓവിങ് ടു ഗ്രേറ്റ് പ്രഷർ എക്സെപ്റ്റ് ബൈ ഔട്ടർ ലെയേഴ്സ് ഓൺ ദ ലോവർ ലെയേഴ്സ്. ഓരോ പാളിയും പുറമേയുള്ള പാളിയുടെ മേൽ എന്ത് ചെയ്യും? ഭാരം ചെലുത്തും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? മർദ്ദ വ്യതിയാനം ഉണ്ടാവും. ഇനി ടെമ്പറേച്ചറിൻ്റെ ഭാഗത്തിൽ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 5000 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ദ 1538 ഡിഗ്രി സെൽഷ്യസ് അയൺ മെൽസ്. അപ്പോൾ 1538 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും? അയൺ മെൽറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എഴുതുക. ദ ടെമ്പറേച്ചർ, ഇത്രയും കാര്യങ്ങൾ, ലിമിറ്റേഷൻസ് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻസൈഡ് ദ എർത്ത് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഭൂമിയിൽ ആഴം കൂടുന്നതനുസരിച്ച് എന്ത് വർദ്ധിക്കും? ഭൂമിയിൽ ആഴം കൂടുന്ന താപവും മർദ്ദവും കൂടുന്നു. ദ വേരിയേഷൻസ് ഇൻ പ്രഷർ, ഇനി മർദ്ദ വ്യതിയാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ദ വേരിയേഷൻസ് പ്രഷർ ഡ്യൂ ടു വെയിറ്റ് എക്സെപ്റ്റ് ബൈ ഓവർലൈങ് ലെയേഴ്സ്. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്നതോറുള്ള മർദ്ദ വ്യതിയാനത്തിൻ്റെ കാരണമെന്ന് പറയുന്നു. ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 5000 ഡിഗ്രി സെൽഷ്യസ്.
5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ഭൂമിയുടെ ഉള്ളറയിൽ. റിമെമ്പർ ദാറ്റ് ഈവൻ അയൺ മെൽസ് അറ്റ് 1538 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 1538 ഡിഗ്രി എന്ത് ചെയ്യും, ആ ചൂടിൽ ഇരുമ്പ് പോലും ഉരുകി തുടങ്ങും. അപ്പോൾ ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഹൗ ഡു വി ഗെറ്റ് നോളജ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകാൻ സാധിക്കില്ല? അപ്പോൾ നമുക്ക് ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫ്രം ദ മെറ്റീരിയൽസ് റീച്ചിങ് ദി എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് എറപ്ഷൻസ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചുന്ന വസ്തുക്കളിൽ നിന്നും. ഇപ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടാവും. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടാവുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തിലൂടെയാണ്? വസ്തുക്കളിൽ നിന്ന്. ഇപ്പോൾ പലതരത്തിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് വരാം. ഡയമണ്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? പുറത്തേക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നിങ്ങൾ പല സ്ഥലത്തുള്ള സിനിമകളെ കണ്ടിട്ടുണ്ടാവും. ജുറാസിക് പാർക്ക് എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാന സീരീസ് ആയിട്ടുള്ള ജുറാസിക് വേൾഡിനകത്ത് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നതൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് കാണണം. അപ്പോൾ ഫ്രം ദ മെറ്റീരിയൽസ് റീച്ചിങ് ദി എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കളെന്ന് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കും. ഡേറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഖനികൾ എന്ന് പറഞ്ഞ നേരത്തെ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ്? പേനൻ ഗോൾഡ് മൈൻ, കോളാർ, അതുപോലെ ഒരു മൈനുണ്ട് കർണാടകയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ KGF സിനിമ കാണിച്ച ആ ഖനി, അങ്ങനെയുള്ള ഓർത്തിരിക്കുക. ഡേറ്റ കളക്ട് മൈനിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഡേറ്റ കളക്ട് ഫ്രം മൈൻസ്. ഒരെണ്ണം കൂടി, അനലൈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് വേക്സ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അനലൈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് വേക്സ്. ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? തരംഗങ്ങൾ ഉണ്ടാവും. ആ തരംഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? തരംഗങ്ങൾ എന്ന് വെച്ചാൽ ചലനങ്ങൾ. ആ ചലനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വിശകലനം ചെയ്യും. അത് പഠിച്ചതിന് ശേഷം അതിന് നമ്മൾ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അനലൈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് വേക്സ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഇങ്ങനെ 3 മാർഗങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ 3 പോയിന്റേ ഉള്ളൂ. ഫ്രം ദ മെറ്റീരിയൽ റീച്ചിങ് ദി എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കളിൽ നിന്ന്. ഡേറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അനലൈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് വേക്സ്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഇനി അവിടെ കൊടുത്തിരിക്കുന്നു ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. 3 പാർട്ട് ഓർത്തിരിക്കുക. ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂവൽക്കം, അതിൻ്റെ മലയാളം ഭൂവൽക്കം, ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം. അതുപോലെ മറ്റൊന്നാണ് രണ്ടാമത്തത് മാൻഡിൽ, 2. അടുത്തത് 3ാമത്തെ പാർട്ടാണ് പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോറ്. അടുത്തത് ഇന്നർ കോർ, കേന്ദ്രം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പ്, ഔട്ടർ കോറ്, ഇന്നർ കോറ്. ഇനി നമ്മൾ ഇതിനെ വിശദീകരിച്ച് പഠിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങളുണ്ടാവും. സ്ഥിരമായ ചോദ്യങ്ങൾ ഉള്ള പാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക ഈ ഭാഗം. അപ്പോൾ ആ ഭാഗത്തിൽ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്. ക്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെല്ലാണ്, താരതമ്യേന നേർത്ത പുറന്തോടാണ്. നമ്മളതിനെ ഓരോ പാർട്ടായിട്ട് പഠിക്കുകയാണ്. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് 1 വേർഡെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് നല്ല പഠിക്കുക. കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്, ഏകദേശം 40 കിലോമീറ്റർ കനമാണ് ഉണ്ടാവുക. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്. എത്ര കിലോമീറ്റർ ആണ്? 40 കിലോമീറ്റർ കനമുണ്ടാവും. 40 കിലോമീറ്റർ വരെ ഏത് ഭാഗമാണ്? ഭൂവൽക്കമാണ്. 2 പാർട്സ് കോണ്ടിനൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്, 2 ഭാഗങ്ങളുണ്ടാവും. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഭൂമിയുടെ നേർത്ത പുറന്തോട് ഏകദേശം 40 കിലോമീറ്റർ കനമുണ്ടാവും. 2 ഭാഗങ്ങൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പോൾ നമ്മൾ കോണ്ടിനെന്റൽ എന്ന് വെച്ചാൽ വൻകര ഭൂവൽക്കം, കോണ്ടിനെന്റിന്റെ മലയാളം വൻകര, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും, അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിനെ വിശദീകരിച്ച് പഠിക്കുന്നത് ഏതൊക്കെയാണ്? ഈ കോണ്ടിനൽ ക്രസ്റ്റ് എന്താണ്, ഓഷ്യാനിക് ക്രസ്റ്റ് എന്താണ് വിശദീകരിച്ച് മനസ്സിലാക്കണം. ആ സിലിക്ക ആൻഡ് അലൂമിന ആർ ദ ചീഫ് കണ്ടൻസ്. ദ കോണ്ടിനൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ് CR.
സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. SIയും ALയും കൂടെ എടുത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്ക ആൻഡ് അലൂമിന ആർ ദ ചീഫ് കണ്ടൻസ്. ദ കോണ്ടിനൽ ക്രസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് സിയാൽ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തൊരു പാർട്ടും കൂടിയുണ്ട്, സിമ. സിലിക്ക ആൻഡ് മഗ്നീഷ്യം. സിലിക്ക ആൻഡ് മഗ്നീഷ്യം ആർ ദ ചീഫ് കണ്ടൻസ്. ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് സിമ. അപ്പോൾ സിലിക്കയും മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നാൽ സമുദ്ര ഭൂവൽക്കം അഥവാ ഓഷ്യാനിക് ക്രസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? സിമ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഭൂമിയുടെ നേർത്ത പുറന്തോടായിട്ടുള്ള ഭൂവൽക്കത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, കോണ്ടിനൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനൽ ക്രസ്റ്റിനകത്ത് രണ്ട് കാര്യങ്ങളാണ്, സിലിക്കയും അതുപോലെ തന്നെ അലൂമിനിയം. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സിയാൽ എന്ന് വിളിച്ചു. അത് രണ്ടാമത്തെ പാർട്ടാണ് സിലിക്കയും മഗ്നീഷ്യവും. അതേതാണ്? സിലിക്കയും മഗ്നീഷ്യം ഏതാണ്? ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് അതായത് സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിമ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? സിലിക്കയും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്ന ഭാഗമായതിനാൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? സിമ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്, താരതമ്യേന നേർത്ത പുറന്തോട്, 40 കിലോമീറ്റർ കനം, 2 പാർട്ടുകൾ, കോണ്ടിനൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. സിലിക്കയും അലൂമിനിയം അടങ്ങിയിരിക്കുന്ന ഭാഗമായതിനാൽ കോണ്ടിനൽ ക്രസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്കയും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്ന ഭാഗമായതിനാൽ ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിമ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പാർട്ടാണ് മാൻഡിൽ. ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. അതായത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി ക്രസ്റ്റിന് താഴെ 40 കിലോമീറ്റർ താഴെയായി സ്ഥിതി ചെയ്യുന്നു. ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ് എക്സ്റ്റെൻഡ് അപ് ടു 2900 കിലോമീറ്റർ ഫ്രം ദ ക്രസ്റ്റ്. അപ്പോൾ ഭൂവൽക്ക പാളിക്ക് താഴെയായി തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഭൂവൽക്ക 40 കിലോമീറ്റർ താഴെയായിട്ട് 2900 കിലോമീറ്റർ വരെ അത് വ്യാപിച്ചു. എത്ര കിലോമീറ്റർ വരെയാണ്? 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. 2 പാർട്ടുകൾ, 2 പാർട്സ്, അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. 2 ഭാഗങ്ങൾ, ഉപരിമാൻഡിലും അധോമാൻഡിലും. 2 പാർട്സ്, അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. ഇനി നമ്മൾ അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കണം. അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ, ഉപരിമാൻഡിലും അധോമാൻഡിലും. ഉപരിമാൻഡിലും അധോമാൻഡിലും, അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ അപ്പർ മാൻഡിൽ മേഡപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിലാണ്, കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ദ അപ്പർ മാൻഡിൽ മേഡപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്. എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗം ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ്. അപ്പർ മാൻഡിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? സോളിഡ് സ്റ്റേറ്റിലാണ്. എങ്ങനെയുള്ള? കാരണം അവിടെ എന്താണുള്ളത്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമായതിനാൽ, നിർമ്മിതമായ പാളിയായതിനാൽ ഇത് ഏത് അവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ദ അപ്പർ മാൻഡിൽ മേഡപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ് ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ലോവർ മാൻഡിലാണ്. ദ ലോവർ മാൻഡിൽ ലൊക്കേറ്റഡ് ബെനീത്ത് ദ അപ്പർ മാൻഡിൽ. എന്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു? ഉപരിമാൻഡിലിന് താഴെയായി കാണുന്നു. അപ്പർ മാൻഡിൽ താഴെയായി കാണുന്നു. ദ ലോവർ മാൻഡിൽ ലൊക്കേറ്റഡ് ബെനീത്ത് ദ അപ്പർ മാൻഡിൽ ഈസ് ഇൻ എ സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ഇത് ഏത് അവസ്ഥയിലാണ്? അർദ്ധദ്രവാവസ്ഥയിലാണ്. അർദ്ധദ്രവാവസ്ഥയിലാണ്. ഒരു പ്രത്യേക അവസ്ഥ, അർദ്ധദ്രവാവസ്ഥയിലാണ്. ദ്രവാവസ്ഥയിലാണ്, കട്ടിയുമല്ല ഒരു ദ്രാവക അവസ്ഥയിലുമല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അർദ്ധദ്രവാവസ്ഥയിലാണ്. ഇറ്റ്സ് എ സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ദ ലോവർ മാൻഡിൽ ലൊക്കേറ്റഡ് ബെനീത്ത് ദ അപ്പർ മാൻഡിൽ. ഇതിന് താഴെയായിട്ട് ഉപരിമാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ്? അർദ്ധദ്രവാവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ ഇത്രേ പറഞ്ഞുള്ളൂ. ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ്, ഇതിന് താഴെയായി, ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് എത്രയാണ്? ഭൂവൽക്ക പാളിക്ക് താഴെയായി തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. 2 പാർട്ടുകൾ, ഉപരിമാൻഡിലും അധോമാൻഡിലും, അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിൽ മേഡപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ്. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമായതിനാൽ ഇത് ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി ഉപരിമാൻഡിൽ താഴെയായിട്ട്, അപ്പർ മാൻഡിൽ താഴെയായിട്ട് എന്ത് സ്ഥിതി ചെയ്യുന്നു? അധോമാൻഡിൽ അഥവാ ലോവർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലോവർ മാൻഡിൽ ഈസ് ഇൻ എ സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ഏതവസ്ഥയിലാണ് ഇവിടുത്തെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്? സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇനി അടുത്ത ഭാഗം കോറാണ്. കോർ, കാമ്പ്, അതായത് കേന്ദ്രഭാഗം, സെൻട്രൽ പാർട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണിത്. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ്. 2900 കിലോമീറ്റർ തുടങ്ങി 6000, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാൻഡിലിൻ്റെ അവിടെ മാൻഡിൽ അവസാനം 2900 കിലോമീറ്ററിലാണ് അവസാനിക്കുന്നത്. അവിടെ തുടങ്ങി 2900 കിലോമീറ്റർ തുടങ്ങി 6371 എന്ത് ചെയ്യുന്നു?
അത് അവസാനിക്കും. അപ്പോൾ 2900 കിലോമീറ്റർ ടു എത്രയാണ് 6371 കിലോമീറ്റർ. 2 പാർട്ടുകൾ, 2 പാർട്സ്, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. അപ്പോൾ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങൾ. പുറക്കാമ്പും അകക്കാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങൾ. ദ മെറ്റീരിയൽസ് നമ്മൾ ഓരോന്നിനും മനസ്സിലാക്കിയാണ് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. പുറക്കാമ്പും അകക്കാമ്പും എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദ മെറ്റീരിയൽസ് ഇൻ ദ ഔട്ടർ കോർ ആർ ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്. ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലാണ്? ഉരുകിയ അവസ്ഥയിലാണ്. കാരണം അവിടെ ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും? ഉരുകിയ അവസ്ഥയിലായിരിക്കും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ദ മെറ്റീരിയൽസ് ഇൻ ദ ഔട്ടർ കോർ ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ഡ്യൂ ടു ദ ഹൈ പ്രഷർ പ്രിവെയിലിംഗ് അറ്റ് ദ സെന്റർ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം. കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഓരോ പാളികളായിട്ടാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാളിയും തൊട്ട് താഴത്തെ പാളിയുടെ എന്ത് ചെയ്യും? അതിൻ്റെ വെയിറ്റ് ചെലുത്തും, അതിൻ്റെ ഭാരം ചെലുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മർദ്ദം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് ഡ്യൂ ടു ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദം കാരണം പ്രിവെയിലിംഗ് അറ്റ് ദ സെന്റർ ദ ഇന്നർ കോർ ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്. ഏതവസ്ഥയിലാണ് അവിടെ കാണുന്നത്? ഇന്നർ കോർ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് അല്ലെങ്കിൽ കേന്ദ്രഭാഗം ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഡ്യൂ ടു ദ ഹൈ പ്രഷർ പ്രിവെയിലിംഗ് അറ്റ് ദ സെന്റർ ദ ഇന്നർ കോർ ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ് ആസ് ഇറ്റ് ഈസ് മെയിൻലി മേഡ് അപ്പ് ഓഫ് മിനറൽസ്. ഇവിടെ പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്, ഇവിടുത്തെ ഈ ഭാഗം പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏതുകൊണ്ടാണ്? ഏതവസ്ഥയിലാണ്? നിക്കലും ഇരുമ്പും കൊണ്ടാണ്. ഇതാണ് നിക്കൽ ആൻഡ് അയൺ. ആസ് ഇൻ മെയിൻലി മേഡ് അപ്പ് ഓഫ് ദ മിനറൽസ് നിക്കൽ ആൻഡ് അയൺ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നിഫെ. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് നിഫെ. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് അകക്കാമ്പ്, ഇന്നർ കോർ. അവിടെ ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. കാരണം എന്താണ്? അവിടെ ഉയർന്ന മർദ്ദമാണ്. ഉയർന്ന മർദ്ദം കാരണം എന്ത് പറ്റും? അവിടെ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. 2 കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അയണും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു? നിഫെ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രേ അവിടെ പറയുന്നുള്ളൂ. ഇവിടെ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ 40 കിലോമീറ്റർ കനം. 2 ഭാഗങ്ങൾ, കോണിൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഇനി വൻകര ഭൂവൽക്കത്തിൽ നമ്മൾ അഥവാ കോണിൽ ക്രസ്റ്റിനെ നമ്മൾ 2 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സിയാൽ ആൻഡ് അലൂമിന. സിലിക്ക ആൻഡ് അലൂമിന. സിലിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായി, സിലിക്കയും അലൂമിനിയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ നമ്മൾ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. അടുത്ത ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. ഓഷ്യാനിക് ക്രസ്റ്റ് നമ്മൾ അഥവാ സമുദ്ര ഭൂവൽക്കത്തെ 2 കാര്യങ്ങൾ, സിലിക്കയും മഗ്നീഷ്യവും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ അതുകൊണ്ട് ഇത് വിളിക്കുന്നു സിമ എന്ന് വിളിക്കുന്നു. അടുത്ത പാർട്ടാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ് എക്സ്റ്റെൻസ് അബൌട്ട് 2900 കിലോമീറ്റർ മുതൽ 2 പാർട്ടുകൾ. ഏതൊക്കെയാണ്? അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് സിലിക്കൺ കോമ്പൗണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്താണ്? സിലിക്കൺ സംയുക്തം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാളി ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഇനി ലോവർ മാൻഡിലാണ്. ലോവർ മാൻഡിൽ അഥവാ അതോ മാൻഡിൽ, ഇത് ഉപരിമാൻഡിൽ താഴെയായി കാണപ്പെടുന്നു. ഉപരിമാൻഡിലിന് താഴെയായി കാണപ്പെടുന്നു. ഈ പാളിയിൽ ഇങ്ങനെയാണ് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇനി കോറാണ് കേന്ദ്രഭാഗം. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 മുതൽ 6371 കിലോമീറ്റർ വരെ. 2 ഭാഗങ്ങൾ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ, പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ. ഇനി മെറ്റീരിയൽസ് ഇൻ ദ ഔട്ടർ കോർ ഏത് ഭാഗമാണ്? പുറക്കാമ്പ്. പുറമേയുള്ള പാളിയിൽ എങ്ങനെ അവസ്ഥയിലാണ്? ഉരുകിയ അവസ്ഥയിലാണ്. ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ഡ്യൂ ടു ഹൈ പ്രഷർ ആൻഡ് പ്രിവെയിലിംഗ് അറ്റ് ദ സെൻറ്റർ. കേന്ദ്രഭാഗത്ത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഉയർന്ന മർദ്ദം കാരണം അവിടുത്തെ വസ്തുക്കൾ ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. ആസിഡ് മെയിൻലി മേഡ് അപ്പ് ഓഫ് മിനറൽസ്. ഇവിടെ പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്, ഇവിടെ ഏതുകൊണ്ടാണ്? പ്രധാനമായിട്ടും നിക്കലും ഇരുമ്പും. നിക്കലും ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് കേന്ദ്രഭാഗം നിഫെ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ചോദിക്കാം. സിയാല്, സിമ, അപ്പർ മാൻഡിൽ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ലോവർ മാൻഡിൽ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ഇന്നർ കോർ എങ്ങനെയാണ്? ഔട്ടർ കോർ എങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കാം. ഇനി അടുത്ത ഭാഗം ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. ശിലാമണ്ഡലം, ലിത്തോസ്ഫിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ലിത്തോസ്ഫിയർ എന്നത് ശിലാമണ്ഡലം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്.
ആദ്യത്തെ ചാപ്റ്റർ തന്നെ നമ്മൾ മനസ്സിലാക്കി ഏർലി ഹ്യൂമൻ ലൈഫ് നമ്മൾ മനസ്സിലാക്കിയ കാര്യമായിരുന്നു പാലിയോലിത്തിക്. പാലിയോ മീൻസ് ഓൾഡ് എന്നും ലിത്ത് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ എന്നും. അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ലിത്തോസ് എന്ന വാക്കിനർത്ഥം എന്നാണ് ശില എന്നാണ്. അപ്പോൾ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ, ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന ഭാഗമാണ് ചേർത്ത് ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം എന്ന് വെച്ചാൽ കല്ലുകൾ നിറഞ്ഞ ഭാഗം. അത് തന്നെ ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഈ ഭാഗം ക്രസ്റ്റ്. അതുപോലെ തന്നെ ഏതാണ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ. രണ്ട് കാര്യങ്ങൾ, മാൻഡിലിൻ്റെ ഉപരിഭാഗവും ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ദ പാർട്ട് ബെനീത്ത് ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലത്തിന് താഴെയായി. ദ പാർട്ട് ബെനീത്ത് ലിത്തോസ്ഫിയർ വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്, അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. ഈ മേഖല വിളിക്കുന്ന പേരാണെന്ത്? അസ്തനോസ്ഫിയർ. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളറ ഏകദേശം എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പാതി വെന്ത മുട്ടയുടെ രൂപത്തിലായിരിക്കും ഇരിക്കുക. എന്ന് വെച്ചാൽ പാതി വെന്ത മുട്ടയുടെ രൂപം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക അവസ്ഥ, അത് ആ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ദ പാർട്ട് ബെനീത്ത് ലിത്തോസ്ഫിയർ വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ഏതവസ്ഥയിൽ? അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ ഭാഗം എന്തിനു വിളിക്കുന്നു? അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ, ദ ലാവ ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിംഗ് ദ വോൾക്കാനിക് എറപ്ഷൻസ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പുറത്തേക്ക് എത്തുന്ന ശിലാദ്രവം അഥവാ ലാവ സ്രോതസ്സാണ് എന്ത്? അസ്തനോസ്ഫിയർ. അപ്പോൾ എവിടെ നിന്നാണ് ലാവ പുറപ്പെടുന്നത്? അസ്തനോസ്ഫിയറിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയർ. അപ്പോൾ അതെങ്ങനെയാണ്? ദ പാർട്ട് ബെനീത്ത് ലിത്തോസ്ഫിയർ, അതിന് താഴെയായിട്ടാണ്, ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് പാർഷ്യലി മോൾട്ടൺ. അവിടുത്തെ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാർഷ്യലി മോൾട്ടൺ, അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിൽ നിന്നാണ് എന്ത് പുറത്തേക്ക് വരുന്നത്? ലാവ പുറത്തേക്ക് വരുന്നത്. ഇത്രയും അവിടെ പറയുന്നുള്ളൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ, ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. ഭൂവൽക്കത്തെയും മാനിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശിലാമണ്ഡലത്തിന് താഴെയായി, അതായത് ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ പകുതി ഉരുകി അല്ലെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് എന്ത് പുറന്തള്ളുന്നത്? ശിലാദ്രവം അഥവാ ലാവ പുറന്തള്ളുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അഡീഷണൽ റീഡിംഗ് ആയിട്ട് മനസ്സിലാക്കുക. ഫോസിലുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് റിമെയിൻസ് ഓഫ് ഏഷ്യൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് സെഡിമെന്ററി റോക്സ് ആർ കാൾഡ് ഫോസിൽസ്. സെഡിമെന്ററി റോക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം, അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ പാളികൾക്കിടയിൽ കാണുമ്പോൾ അവസാദ സെഡിമെന്ററി റോക്സിൻ്റെ മലയാളമാണ് അവസാദ ശിലകൾ. അപ്പോൾ അവിടെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഇനി യൂസ് ഓഫ് ദിസ് ഫോസിൽ ടു അണ്ടർ ദി സ്റ്റാൻഡ് ദി എർത്ത് പ്രീ ഹിസ്റ്ററി ആൻഡ് ടു എസ്റ്റിമേറ്റ് ഏജ് ഓഫ് റോക്സ്. അപ്പോൾ ഇത് ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിലെ കാലങ്ങളുടെ ശിലകളുടെയൊക്കെ പഴക്കം നിർണ്ണയിക്കുന്നതിനുമൊക്കെ ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. ഇനി കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് പറയുന്നു. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ പ്രാചീന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടുള്ളതാണ് ഇതൊക്കെ. അതുപോലെ ഏൻഷ്യൻ ഓർഗാനിസം രൂപത്തിൽ. ഹെൻസ് ദീസ് ആർ ഓൾസോ കോൾഡ് ഫോസിൽ ഫ്യൂൾസ്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? ഫോസിൽ ഫ്യൂൾസ്, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നു. ഫോസിലെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നല്ലോ മനസ്സിലാക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്ന റോക്സ്, ശിലകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ദ ലിത്തോസ്ഫിയർ അക്വേഴ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ മെറ്റീരിയൽസ് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. ലിത്തോസ് മീൻസ് റോക്സ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിലാണ് ഇതിനെന്ത് വിളിച്ചത്? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ അക്വേഴ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ മെറ്റീരിയൽ വിച്ച് ഇറ്റ് ഈസ് എങ്ങനെയാണ് മേഡ്. ലിത്തോസ് എന്ന വാക്ക് അല്ലെ ഗ്രീക്ക് വാക്കാണത്. അപ്പോൾ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശിലാമണ്ഡലത്തിന് ആ പേരിൽ ചുറ്റുപാട്. അപ്പോൾ നമ്മൾ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ സീ റോക്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ്. നമ്മുടെ ചുറ്റുപാട് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? വ്യത്യസ്ത തരത്തിലുള്ള കല്ലുകൾ കാണാൻ സാധിക്കും. ചില കല്ലുകൾ നമുക്ക് കൈവച്ച് തന്നെ പൊടിച്ചാൽ അത് ഒടിഞ്ഞു പോകും. ചിലത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലത് അങ്ങനെ പൊട്ടില്ല, കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ചിലതിന് പലതരത്തിലുള്ള കളറുകളുണ്ടാവും അല്ലേ. പല കല്ലുകൾക്കും പലതരത്തിലുള്ള കളറുകളായിരിക്കും ഉണ്ടാവുക. കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ്.
ദിസ് ഡൈവേഴ്സിറ്റി കാരണം ഇതിന് ഇങ്ങനെ കളേഴ്സിന് ഹാർഡ്നെസ്സിനും കാരണം ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് അതിലടങ്ങിയിരിക്കുന്ന എന്തിൻ്റെയാണ് ധാതുക്കളാണ്. ഈ കളറിനും അതിൻ്റെ ഹാർഡ്നെസ്സിനും അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വൈവിധ്യങ്ങൾ കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കൾ മൂലമാണ് ഇതിന് ഇങ്ങനെ സംഭവിക്കുന്നത്. വൈവിധ്യത്തിൻ്റെ കാരണം അതിലടങ്ങുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ധാതുക്കളാണ്. The constituents of rocks are called minerals. The constituents of rocks are called minerals. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. The colors and hardness. This diversity is due to its constituents. ഈ ഡൈവേഴ്സിറ്റി കാരണം അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ ഏതെന്ന് പറയുന്നത് the constituents of rocks are called minerals. More than 2000 minerals such as silica, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്. നമ്മുടെ ഭൂമിയിൽ എത്രത്തില് ധാതുക്കളുണ്ടെന്ന് പറയുന്നു? സിലിക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ നമ്മുടെ ഭൂമിയിലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് ധാതുക്കൾ. അപ്പോൾ ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ. ലിത്തോസ്ഫിയർ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയത് ലിത്തോസ് എന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള കളറുകളുള്ള പാറകളും അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ചിലത് പൊട്ടുന്നതായിരിക്കും, ചിലത് പൊട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ ചിലത് വ്യത്യസ്ത തരം കളറുകളുള്ളതായിരിക്കും. ആ കളറുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കട്ടിക്ക് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിലടങ്ങിയത് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ ഏതാണെന്ന് പറയുന്നു. എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നു. നമ്മുടെ ചുറ്റുപാട് ഏകദേശം മോർ ദാൻ 2000 മിനറൽസ് 2000-ലധികം മിനറലുകൾ കാണപ്പെടുന്നു. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ റോക്സ് ക്യാൻ ക്ലാസിഫൈഡ് ഇൻടു 3 ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെക്നോമോർഫിക്. അപ്പോൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അടിസ്ഥാനത്തിൽ കല്ലുകൾ അവ രൂപം കൊള്ളുന്നവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. അപ്പോൾ ഹൗ ആർ റോക്സ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ ഒറിജിൻ. അപ്പോൾ ആഗ്നേയശിലകൾ, ഇഗ്നിയസ് റോക്സിന്റെ മലയാളം ആഗ്നേയശിലകൾ, സെഡിമെന്ററി റോക്സ് അവസാദ ശിലകൾ, മെറ്റാമോർഫിക് റോക്സ് കായാന്തരിത ശിലകൾ. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. അപ്പോൾ ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ്, ഇഗ്നിയസ് റോക്കുകൾ രൂപം കൊള്ളുന്നത് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ. നമ്മളുടെ മോൾട്ടൺ റോക്ക് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ശിലാദ്രവം അല്ലെങ്കിൽ ലാവ എന്ന് പറയും. അപ്പോൾ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിങ് ത്രൂ ദ ഫിഷേഴ്സ് വിടവുകൾ. അപ്പോൾ ഉയരുക ശിലാദ്രവം എവിടെ നിന്നാണ്? റൈസിങ് ത്രൂ ദ ഫിഷേഴ്സ് എന്ന് വെച്ചാൽ വിടവുകൾ. എവിടേക്കാണ്? ഇൻ ദ ക്രസ്റ്റ്. എവിടത്തെയാണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന റോക്ക് ഏതാണ്? മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ. ആൻഡ് സോൾഡിഫൈങ് നെടന്തിയും ഐദർ എവിടെ വെച്ചാണ്? സോൾഡിഫൈ മീൻസ് കട്ടിയാകുന്നു, തണുത്തുറയുന്നു. സോൾഡിഫൈങ് ഐദർ ഒന്നുകിൽ എവിടെ വെച്ചാണ്? ഓൺ ദ സർഫസ് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ, ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ് എവിടെ വെച്ചോ? ഭൂമിയുടെ ഉള്ളിറയിൽ വെച്ച് തന്നെയോ, ഭൂമിയുടെ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണെന്ത്? ആഗ്നേയശിലകൾ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഉയർന്നു പൊങ്ങുന്ന ശിലാദ്രവം ഭൂമിയുടെ ഉള്ളറയിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നവയാണെന്ത്? ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിങ് ഉയർന്നു പൊങ്ങുന്നു ത്രൂ ദ ഫിഷേഴ്സ് വിടവുകളിലൂടെ ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾഡിഫൈ എന്നിട്ട് എന്ത് ചെയ്യുന്നു? കട്ടിയാവുന്നു. എയ്തർ എവിടെ വെച്ചാണ്? ഒന്നുകിൽ എവിടെ വെച്ചാണ്? സർഫസ് ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയിൽ വെച്ച് കട്ടിയാവുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുന്നു ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. As all other rock types are formed from the igneous rocks, they are called primary rocks. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകളിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ഈ ശിലകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൈമറി റോക്സ് അഥവാ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചോദിക്കാം, ഏതാണ് പ്രൈമറി റോക്ക്? ഏതാണ് പ്രൈമറി റോക്ക്? ഇഗ്നിയസ് റോക്ക്. ഏതാണ് പ്രൈമറി റോക്ക്? ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയശില. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ഈ ശിലയാണ് ആഗ്നേയശിലകൾ. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ ഇഗ്നിയസ് റോക്കിനെ കുറിച്ച്. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾഡിഫൈങ് എയ്തർ എവിടെ വെച്ചാണോ? എയ്തർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ്.
ഉദാഹരണം ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. As all other rock types are formed from the igneous rock, they are called primary rocks. മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾ രൂപമാറ്റം സംഭവിച്ച രൂപങ്ങളെന്നാൽ ആഗ്നേയശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് മറ്റെല്ലാ ശിലകളും. അപ്പോൾ നമ്മൾ പ്രാഥമിക ശിലകളെന്ന് വിളിക്കുന്നു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന മറ്റൊരു ശിലയാണ് അവസാദ ശിലകൾ. ഏതാണ്? സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കുന്നു. സെഡിമെന്റ് എന്ന് വെച്ചാൽ അവശിഷ്ടം. എന്തിൻ്റെ അവശിഷ്ടമാണ്? ആഗ്നേയശിലകളുടെ അവശിഷ്ടങ്ങൾ രൂപം കൊണ്ട് രൂപപ്പെടുന്ന ശിലകളാണെന്ത്? അവസാദ ശിലകൾ. റോക്സ് അണ്ടർഗോ വെതറിങ് എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. വെതറിങ് എന്ന് വെച്ചാൽ പാറകൾ പൊട്ടിപ്പൊടിയുന്ന അല്ലെങ്കിൽ ക്ഷയിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? വെതറിങ്. റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ കാലാന്തരത്തിൽ ശിലകൾ എന്ത് ചെയ്യുന്നു? ക്ഷയിച്ച് പൊടിയുന്നു. കാലാന്തരത്തിൽ കാലങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ മൂലവും മഞ്ഞ് മൂലവും വെയിലൊക്കെ ഏൽക്കുന്നത് മൂലമൊക്കെ എന്ത് ചെയ്യും? ശിലകൾ എന്ത് ചെയ്യും? ക്ഷയിച്ച് പൊടിയും. റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ദ ഡെബിരിസ് എന്ന വാക്കിനർത്ഥം അവശിഷ്ടം അല്ലെങ്കിൽ അവസാദം. ഈ പാറകളുടെ അല്ലെങ്കിൽ കല്ലുകളുടെയൊക്കെ അവശിഷ്ടം. ദ ഡെബിരിസ് ഓഫ് ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻ ആസ് ലേയേഴ്സ്. ഇങ്ങനെ രൂപം കൊള്ളുന്ന അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കപ്പെടും? ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ എങ്ങനെ നിക്ഷേപിക്കപ്പെടും? ലോ ലൈങ് റീജിയൻസ് ആസ് ലേയേഴ്സ്, പാളികളായി നിക്ഷേപിക്കപ്പെടും. ദ ഡെബ്രിസ് സോ ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ്. എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഇൻ ദ ലോ ലൈങ് റീജിയൻസ് ആസ് ലേയേഴ്സ്, താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടും. ദീസ് മെറ്റീരിയൽസ് ഗ്രാജുവലി ഗെറ്റ് ലിത്തിഫൈഡ്. ഈ മെറ്റീരിയൽസ്, ഈ പദാർത്ഥങ്ങൾ, ഈ പാളികളായി നിക്ഷേപിക്കപ്പെടുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യും? ലിത്തിഫൈ ചെയ്യും, പതിയെ കട്ടിയാവും. ആൻഡ് ട്രാൻസ്ഫോർഡ്, അതിന് പരിഷ്കരിച്ച് ഇൻറ്റു സെഡിമെന്ററി റോക്സ് എന്തായി മാറും? സെഡിമെന്ററി റോക്സ് അഥവാ അവസാദ ശിലകളായി മാറുകയും ചെയ്യും. അപ്പോൾ റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. കാലാന്തരത്തിൽ ശിലകൾക്ക് ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ ദ ഡെബ്രിസ് വിൽ ബി ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ്. എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഇൻ ദ ലോ റീജിയൻസ് ആസ് ലേയേഴ്സ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടും. ദീസ് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ്, ഈ അവശിഷ്ടങ്ങൾ ഗ്രാജുവലി ഗെറ്റ് ലിത്തിഫൈ. ഇത് എന്തായും അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി രൂപം കൊള്ളും. ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെഡിമെന്ററി റോക്സ്. ഉദാഹരണം പറയുന്നു സാൻഡ് സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. ഉദാഹരണം ഇതാണ് സാൻഡ് സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് ഇതിനുദാഹരണങ്ങൾ. As the sedimentary rocks are formed in the layers. അപ്പോൾ സെഡിമെന്ററി റോക്സ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? പാളികളായിട്ടാണ് രൂപം കൊള്ളുന്നത്. സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ഇൻ ലേയേഴ്സ്. ദേ ആർ ആൾസോ നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. പാളികളായി രൂപം കൊള്ളുന്നത് കൊണ്ട് ഈ ശിലകൾ അല്ലെങ്കിൽ അവസാദ ശിലകളെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്ക് ശിലകൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്ക് ശിലകൾ എന്ന് വിളിക്കും. ആ സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ആസ് ലേയേഴ്സ്. ദേ ആർ ആൾസോ നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. അതുകൊണ്ട് എന്ത് വിളിക്കും? അടുക്ക് ശിലകളെന്നും ഇതിനെ അറിയപ്പെടും. അടുത്ത ഭാഗമാണ് മെറ്റാമോർഫിക് റോക്സ്, കായാന്തരിത ശിലകൾ. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. രണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഭൗതികപരവും എന്ന് വെച്ചാൽ പുറമേയുള്ള മാറ്റം. രാസപരം, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഈ പാറയുടെ അല്ലെങ്കിൽ കല്ലുകൾക്കുള്ളിൽ എന്തടങ്ങിയിരിക്കുന്നു? വ്യത്യസ്ത തരം കോൺസ്റ്റിറ്റ്യുവൻസ്, ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതാണ്? ധാതുക്കളാണ്. നമ്മൾ നേരത്തെ മനസ്സിലാണ് സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് ധാതുക്കൾ. ആ ധാതുക്കൾക്കുണ്ടാവുന്ന മാറ്റം അതാണ് രാസപരം. ഭൗതികപരവും രാസപരവുമായ മാറ്റങ്ങൾ. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഉയർന്ന സമ്മർദ്ദം അല്ലെങ്കിൽ മർദ്ദം മൂലമോ താപം മൂലമോ, ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികപരമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് എന്തുണ്ടാവുന്നത്? മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. മെറ്റാമോർഫിക് ശിലകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, പാറകൾക്ക് ഭൗതികപരമായ രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായെന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നത്? ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഉയർന്ന താപം മൂലവും അല്ലെങ്കിൽ എന്താണ് മർദ്ദം മൂലമോ ഭൗതികപരമായ രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലകളാണെന്ത്? മെറ്റാമോർഫിക് റോക്സ്, കായാന്തരിത ശിലകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം പറയുന്നു മാർബിൾ ആൻഡ് സ്ലേറ്റ്. മെറ്റാമോർഫിക് റോക്സ് ആർ പ്രോമിനന്റ് ഇൻ കേരള. മെറ്റാമോർഫിക് റോക്സ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കായാന്തരിത ശിലകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ ഇത്രയും ഇവിടെ പറഞ്ഞോളൂ. ഇഗ്നിയസ് റോക്ക്, സെഡിമെന്റ് റോക്ക്,
മെറ്റാമോർഫിക് റോക്ക്, ആഗ്നേയശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. അപ്പോൾ ഇഗ്നിയസ് റോക്ക് എന്ന് വെച്ചാൽ എവിടെ നിന്ന് രൂപം കൊള്ളുന്നതാണ്? മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ നിന്നാണ്. ആദ്യത്തെ ശിലയാണത്, അതുകൊണ്ട് തന്നെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ അവസാദ ശിലകളാണ്. അതായത് നേരത്തെ പറഞ്ഞ ഇഗ്നിയസ് റോക്ക് എന്ത് ചെയ്യുന്നു? അത് പൊടിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി രൂപം കൊള്ളുന്നു. അതുകൊണ്ട് അതിനെന്ത് അവസാദ ശിലകളായി അവസാദ ശിലകൾ അല്ലെങ്കിൽ അതിനെന്ത് അടുക്ക് ശിലകൾ, അതായത് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വിളിക്കുന്നു. അടുത്ത കായാന്തരിത ശിലകളാണ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് രാസപരമായും അതുപോലെ തന്നെ ഭൗതികപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്നവയാണ് എന്ത്? കായാന്തരിത ശിലകൾ. ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണെന്ന് ഓർത്തിരിക്കുക. എവിടെയാണത്? കേരളത്തിലാണ്. അപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾഡിഫൈങ് either on the surface of the earth or within the crust itself. Igneous rocks are formed. ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഉദാഹരണം ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിന് എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ചോദിക്കും. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഗ്രാനൈറ്റ്, ബസാൾട്ട്. As all other types of formed from the igneous rocks are, they are called primary rocks. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചു കൊള്ളുന്നതിനാൽ ഇതിനെ ആഗ്നേയ ശിലകളെന്നാണ് വിളിക്കുന്നത്. പ്രൈമറി അഥവാ പ്രാഥമിക ശിലകളെന്ന് വിളിക്കുന്നു. റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം. റോക്ക് പാറകൾക്ക് പലതരത്തിൽ അപക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് പല കാലാന്തരത്തിൽ പൊടിയുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ട്? The debris formed will be deposited in the lower lying regions. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കപ്പെടുന്നു? താഴ്ന്ന പ്രദേശങ്ങളിൽ പാളിയായി നിക്ഷേപിക്കപ്പെടുന്നു. These materials gradually get lithified and transformed into sedimentary rocks ആയിട്ട് മാറുന്നു. ഇത് പതിയെ കട്ടിയായി ഉറച്ച് എന്തായി മാറുന്നു? അവസാദ ശിലകളായി രൂപം കൊള്ളുന്നു. ഉദാഹരണം സാൻഡ്സ്റ്റോൺ ആൻഡ് ലൈംസ്റ്റോൺ. പാളികളായി രൂപം കൊള്ളുന്നതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്ക് ശിലകളെന്ന് വിളിക്കുന്നു. അടുത്ത കായാന്തരിത ശിലകളാണ്. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഭൗതികപരമായ രാസപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഡ്യൂ ടു എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെ മെറ്റാമോർഫിക് റോക്സ് രൂപം കൊള്ളുന്നത്. കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നു. ഉദാഹരണം മാർബിൾ ആൻഡ് സ്ലേറ്റ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് റോക്ക് സൈക്കിളിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ശിലാചക്രം എന്നാൽ എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ സോൾഡിഫൈ ചെയ്യുന്നു, അതിൽ നിന്ന് തണുത്തുറയുന്നു. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ലാവ പുറത്തേക്ക് വരുന്നു. ലാവയിൽ നിന്ന് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്നു. അത് തണുത്തുറഞ്ഞ് എന്തായി മാറുന്നു? ഇഗ്നിയസ് റോക്കായി മാറുന്നു. അത് പൊട്ടിപ്പൊടിഞ്ഞ് എന്ത് ചെയ്യുന്നു? അവസാദങ്ങൾ ഉണ്ടാകുന്ന ഡെബ്രിസ് ഫോംഡ് എന്തായി ലിത്തിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്തായി രൂപം കൊള്ളുന്നു? സെഡിമെൻ്ററി റോക്കായി മാറുന്നു. സെഡിമെൻ്ററി റോക്ക് അവസാദ ശിലകളായി മാറുന്നു. അത് ഭൗതികപരമായ രാസപരമായ അല്ലെങ്കിൽ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഭൗതികപരമായ രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് എന്ത് രൂപം കൊള്ളുന്നു? മെറ്റാമോർഫിക് റോക്ക് അഥവാ കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നു. അത് പിന്നീട് മെൽറ്റ് അയൺ ആൻഡ് ലാവ അതിൻ്റെ മാഗ്മ എന്നിട്ട് ആയി മാറുന്നു. എന്നിട്ട് പിന്നെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ശിലാചക്രം. ഇതിനെ തുടർന്ന് ഇവിടെ ഒരു ആക്ടിവിറ്റി നൽകിയിരിക്കുന്നു. ആക്ടിവിറ്റി എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ്? ഉരുകുന്നു അല്ലേ? മനസ്സിലാക്കിയ കാര്യമാണ്, ഉരുകിയാണ്. അടുത്ത സെഡിമെൻ്ററി റോക്ക് എന്ത് ചെയ്യുന്നു? പൊടിയുന്നു. സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാണ്? പൊടിഞ്ഞാണ് രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി രൂപം കൊള്ളും. ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് മെറ്റാമോർഫിക് റോക്ക്. ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ നമ്മൾ മനസ്സിലാക്കാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. സെഡിമെൻ്ററി റോക്ക് എന്ത് ചെയ്യുന്നു? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ രൂപം കൊള്ളുന്നതാണെന്ത്? ഈ പറഞ്ഞ മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ. അടുത്ത് നമ്മൾ മനസ്സിലാക്കി ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ്? ഇത് ഉരുകിയാണ് ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ്, പ്രാഥമിക ശിലകളായിട്ട് മാറുന്നത്. പിന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. കാരണം സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാണ്? പൊട്ടിപ്പൊടിയുന്നതാണ്. സെഡിമെൻ്ററി റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലെ? പൊട്ടിപ്പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ്, അവസാദങ്ങളായിട്ട് രൂപം കൊള്ളുന്നതാണ് അല്ലേ? അടുത്തത് മെറ്റാമോർഫിക് റോക്സ് ആണ്. അത് ഉയർന്ന മർദ്ദവും താപവും മൂലമാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. റോക്ക് സൈക്കിൾ വ്യക്തമായിട്ട് നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ പഠിച്ച കാര്യം തന്നെയാണത് വീണ്ടും ഒന്ന് കൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇതിന് വളരെ കുറച്ചുകൂടി വിപുലമായിട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് എടുത്ത് ഇവിടെ എഴുതണം. അതായത് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, ഇത് തന്നെയാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നുമല്ല അത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളിക്കാൻ വേണമെങ്കിൽ അപ്പോൾ എ എന്നുള്ളത് ഭാഗത്തിൽ ഇപ്പോൾ സെഡിമെൻ്ററി റോക്ക് എന്നുള്ളത് ഭാഗം. അപ്പോൾ സെഡിമെൻ്ററി റോക്ക് എന്നുള്ള ഭാഗത്തിൽ സെഡിമെൻറ്റ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ഓഫ് ഇഗ്നിയസ് റോക്ക്. അതായത് ഇഗ്നിയസ് റോക്കിൽ നിന്ന് പൊട്ടിപ്പൊടിഞ്ഞാണ് എന്ത് രൂപം കൊള്ളുന്നത്? സെഡിമെൻ്ററി റോക്ക് എന്നിട്ട് രൂപം കൊള്ളുന്നത്. അതിൻ്റെ എവിടെയാണ് രൂപം? ഡെപ്പോസിറ്റ് ലോ ലൈങ് റീജൻസ്.
ട്രാൻസ്ഫോർഡ് ഇൻറ്റു സെഡിമെൻ്റ് റോക്ക്. എന്നിട്ട് രൂപം കൊള്ളുന്നു, സെഡിമെൻ്റ് റോക്കായിട്ട് രൂപം കൊള്ളുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതാ ഇവിടെ പുറത്തിരിക്കുന്ന സെഡിമെൻ്റ് റോക്ക് എന്നുള്ള ഭാഗം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെഡിമെൻ്റ് വെൻ റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം എന്നുള്ള ഭാഗം. അടുത്ത ഭാഗത്തിൽ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ മനസ്സിൽ വെൻ റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം അത് തന്നെയാണ് സെഡിമെൻ്റ് റോക്ക്. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. വെൻ റോക്സ് അണ്ടർഗോ എന്ത് പറ്റും? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എന്നിട്ട് എന്ത് ചെയ്യും? മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. അതാണ് രണ്ടാമത്തെ പറഞ്ഞ മെറ്റാമോർഫിക് റോക്ക് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്, മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തിൽ ഇഗ്നിയസ് റോക്കിൻ്റെ ഭാഗമാണ്, മെൽറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ. അതായത് ഈ പോയിന്റ്, ആദ്യത്തെ പോയിന്റ്, ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾഡിഫൈങ് എയ്തർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓർ വിത്ത് ക്രസ്റ്റ് ഇറ്റ് സെൽഫ്. അടുത്ത ഭാഗത്തിൽ ചെറിയൊരു മാറ്റം ഇത്രയേ ഉള്ളൂ. ദ സെഡിമെന്റ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസിൻറ്റിഗ്രേഷൻ മെറ്റാമോർഫിക് റോക്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുന്നതിനാൽ അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. കണക്ട് ചെയ്തിരിക്കുന്നു, ഒന്ന് പൊട്ടിപ്പൊടിഞ്ഞ് അടുത്ത രൂപം കൊള്ളുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ സെഡിമെന്റ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസിൻറ്റിഗ്രേഷൻ മെറ്റാമോർഫിക് റോക്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ലോ റീജിയൻസ്. അപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? കായാന്തരിത ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ എവിടെ നിക്ഷേപിക്കപ്പെടുന്നു? താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ലേറ്റർ ദേ ആർ സോൾഡിഫൈഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെഡിമെൻ്റ് റോക്സ്. പിന്നെന്തായി മാറുന്നു? സെഡിമെൻ്റ് റോക്കായിട്ട്. മെറ്റാമോർഫിക് റോക്കിൽ നിന്ന് എന്ത് രൂപം കൊള്ളുന്നു? സെഡിമെൻ്റ് റോക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ ഇത് തിരിച്ച് സെഡിമെൻ്റ് റോക്കിൽ നിന്ന് മെറ്റാമോർഫിക് റോക്കിലേക്ക്, അതാണ് കൊടുത്തിരിക്കുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓൺ സെഡിമെൻ്റ് റോക്സ് ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് മെറ്റാമോർഫിസം, കായാന്തരിതത്തിന് വിധേയമാകുന്നു. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഉയർന്ന മർദ്ദവും അതുപോലെ ടെമ്പറേച്ചറും താപവും മൂലം സെഡിമെൻ്റ് റോക്സ് ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് എന്തിന് വിധേയമായെത്തുന്നു? മെറ്റാമോർഫിസം, അല്ലെങ്കിൽ കായാന്തരിതം. കാലാന്തരത്തിൽ പാറകൾ പൊട്ടിപ്പൊടിയുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ എന്ത് രൂപം കൊള്ളുന്നു? മെറ്റാമോർഫിക് റോക്സ് രൂപം കൊള്ളുന്നു. മെറ്റാമോർഫിക് റോക്സ് രൂപം കൊള്ളും. ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഇത് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങളിത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതെങ്ങനെയാണ് തയ്യാറാവുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നുള്ളത്. പരസ്പര ബന്ധിതമാണെന്ന് കാണിച്ചിരിക്കുകയാണ്. ഈ റോക്കുകളെല്ലാം പരസ്പര ബന്ധിതമായിട്ടാണ് രൂപം കൊള്ളുന്നതെന്ന് കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയാണ്. തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം പേനം ഗോൾഡ് മൈൻ സന്ദർശിക്കേണ്ട ഒരു റിപ്പോർട്ടർ എത്തുന്നു. ആ റിപ്പോർട്ടർ എത്തുന്ന എവിടെയാണ്? വെസ്റ്റേൺ ഓറിയയിലാണ്, ജോനാസ്ബർഗിൽ വെസ്റ്റേൺ ഓറിയയിലാണ്, പേനം ഗോൾഡ് മൈനിലാണ്. പക്ഷേ അദ്ദേഹത്തിന് അനുമതി ലഭിക്കുന്നില്ല. അങ്ങനെ അനുമതി തുടർന്ന് കുറച്ച് ദിവസം കഴിയുന്ന അദ്ദേഹം അനുമതി ലഭിക്കുന്നു. അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ഓക്സി ബോക്സ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് പ്രൊട്ടക്ട് ഫ്രം ദ പോയിസണസ് ഗ്യാസ്. അതായത് പോയിസണസ് ഗ്യാസിൽ നിന്ന് വിഷവാതങ്ങൾ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓക്സി ബോക്സ്, ജീവൻ രക്ഷാകവചമായിട്ട് ഓക്സി ബോക്സ് നൽകുന്നു. ഹെൽമെറ്റ് വിത്ത് ടോർച്ച് നൽകുന്നു. അതുപോലെ പ്രൊട്ടക്റ്റീവ് കോട്ട് കൊടുക്കുന്നു ചൂടിൽ നിന്ന് രക്ഷ നേടാൻ. പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഇയേഴ്സ് ക്ലോഗ് ചെയ്യുന്നു, ചെവികൾ അടയുന്നു. കാരണം പ്രഷർ വേരിയേഷൻ്റെ ഭാഗമായിട്ട് ഇനി ഒരൊറ്റ സോഴ്സേയുള്ള എലവേറ്റർ കാരണമുള്ള ഒരു പ്രകാശം മാത്രമായിരുന്നു പ്രകാശത്തിൻ്റെ ഒരേ ഒരു സ്രോതസ്. അങ്ങനെ അദ്ദേഹം ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട ഭാഗം ഇവിടം തൊട്ടാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നോളജ് അബൌട്ട് ഇന്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ലിമിറ്റഡ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടും, സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഇനി പ്രഷർ ഡ്യൂ ടു വെയിറ്റ് ഇൻ എസർട്ട് ബൈ ഓവർലൈൻ. പ്രഷറിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓരോ പാളിയും തൊട്ട് താഴത്തെ പാളിയുടെ മേൽ ഭാരം ചെലുത്തും, അത് പ്രഷറായിട്ട് അനുഭവപ്പെടും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട്. 1537 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ഇരുമ്പ് പോലും ഉരുകും. ഇനി നമ്മൾ ഹൗ ഡു വി ഗെറ്റ് നോളജ് അബൌട്ട് ഇന്റീരിയർ ഓഫ് ദി എർത്ത്? ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭാഗമായി ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കളിൽ നിന്നും, പിന്നെ ഡേറ്റ കളക്ടഡ് ഫ്രം ദ മൈൻസ്. മൈൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഖനി, പേനം ഗോൾഡ് മൈൻ. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കളിൽ നിന്നും അവിടെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ കളക്ടഡ് ഫ്രം ദ മൈൻസ്. അടുത്തത് അനലൈസിസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്ക്വേക്സ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതൊക്കെയാണ്. ക്രസ്റ്റ് കമ്പാരിറ്റീവ്ലി എത്ര ഭാഗമാണ്? 40 കിലോമീറ്റർ തിക്കാണ്. 2 പാർട്ടുണ്ട്, കോണിൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതിൽ കോണിലെ ക്രസ്റ്റിനകത്ത് നിന്നാണ് സിലിക്കയും അലൂമിനിയാണ് അടങ്ങിയത്, അതുകൊണ്ട് സിയാൽ എന്ന് വിളിക്കുന്നു. അടുത്ത ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കത്ത് സിയാലും മഗ്നീഷ്യം സിലിക്കയും
മഗ്നീഷ്യമാണ് അടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് സിമ എന്നറിയപ്പെടുന്നു. അടുത്ത പാർട്ടിൽ മാൻഡിലാണ്. മാൻഡിൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. രണ്ട് പാർട്ടിൽ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലിനകത്ത് സിലിക്കൺ കോമ്പൗണ്ടുകൾക്ക് നിർമ്മിച്ചിരിക്കുന്നു, അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അടുത്ത ലോവർ മാൻഡിലാണ്, അഥവാ അധോമാനിലാണ്. അധോമാനിൽ ലൊക്കേറ്റഡ് ബെനീത്ത് അപ്പർ മാനിൽ താഴെയായി കാണപ്പെടുന്നു. സെമി ലിക്വിഡ്സ് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കോർ സെൻട്രൽ പാർട്ട് ഓഫ് 2900 കിലോമീറ്റർ തൊട്ട് 6371 കിലോമീറ്റർ വരെ വ്യാപിച്ച് രണ്ട് പാർട്ടിൽ ഔട്ടർ കോറാണ് ഇന്നർ കോർ. മെറ്റീരിയൽസ് ഇൻ ദ ഔട്ടർ കോർ ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്, ഏതവസ്ഥയിലാണ് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, കാരണം അവിടെ ചൂട് കൂടുതലായാലും. അടുത്ത രണ്ടാമത്തെ പാർട്ട് താഴത്തെ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. രണ്ട് പാർട്ടുകൾ ഏതൊക്കെയാണ്? നിക്കൽ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, പ്രധാനമായിട്ടും നിക്കൽ ആൻഡ് അയൺ, അതുകൊണ്ട് അതിനെ വിളിക്കുന്നു നിഫ എന്നറിയപ്പെടുന്നു. അടുത്ത പാർട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അസ്തനോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് മാൻറ്റിൽ ടുഗദർ നോൺ ആസ് ലിത്തോസ്ഫിയർ. രണ്ട് ഭാഗങ്ങളാണ്, ക്രസ്റ്റ് ആൻഡ് അപ്പർ. ക്രസ്റ്റും ആൻഡ് അപ്പർ, ഭൂവൽക്കത്തെയും മാൻറ്റിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന ഭാഗമാണിത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. പാർട്ട് ബെനീത്ത് ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മെറ്റീരിയൽസ് എക്സിസ്റ്റിനെ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്, അവിടുത്തെ പദാർത്ഥങ്ങൾ ഏതാവസ്ഥയിൽ? അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു, അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് എ സോഴ്സ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻ. ശിലാദ്രവത്തിൻ്റെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പുറത്തേക്ക് വന്ന ശിലാദ്രവത്തിൻ്റെ ഉറവിടം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അടുത്ത റോക്സ് ആണ്. റോക്സിൻ്റെ കളറിന് ഹാർഡ്നെസ്സിന് കാരണം എന്ന് പറയുന്നത് അതിലടങ്ങുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് അത് മിനറൽസ് ആണ്. ആ മിനറൽസ് ധാതുക്കൾ എന്നറിയപ്പെടും. ആ ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്. എങ്ങനെയാണ്? മോർ ദാൻ 2000 മിനറൽസ്, 2000-ലധികം മിനറൽസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ റോക്സുകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇഗ്നിയസ് അഥവാ ആഗ്നേയശില, സെഡിമെന്ററി അഥവാ അവസാദശില, മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശില. ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോൾട്ടിഫൈങ് either on the surface of the earth or within the crust itself. ഭൗമോപരിതലത്തിൽ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ വിടവുകളുടെ പുറത്തേക്ക് വരുന്ന ലാവ ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയിൽ തന്നെ വെച്ചോ അതിൻ്റെ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആഗ്നേയശിലകൾ എന്നറിയപ്പെടുന്നത്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവയാണ് ഉദാഹരണം. മറ്റെല്ലാ ശിലകളും രൂപം കൊള്ളുന്നത് ഈ ആഗ്നേയശിലയിൽ നിന്നായതിനാൽ ഇതിനെ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു. അടുത്ത സെഡിമെന്ററി റോക്കാണ്. സെഡിമെന്ററി റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. കാലാന്തരത്തിൽ ശിലകൾക്ക് എന്ത് ചെയ്യും? പൊട്ടിപ്പൊടിയുന്നു. ഈ അവസാദങ്ങൾ എവിടെ നിക്ഷേപിക്കുന്നു? ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻസ് അസ്ലേസ്, താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദീസ് മെറ്റീരിയൽസ് ഈ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? ഗെറ്റ് ലിത്തിഫൈഡ് ആൻഡ് സ്ട്രാറ്റിഫൈഡ്, എന്നിട്ട് ലിത്തിഫൈഡ് ആൻഡ് ട്രാൻസ്ഫോംഡ്, പരിഷ്കരിച്ച് എന്തായി മാറുന്നു? സെഡിമെന്റ് റോക്സ് ആയി മാറുന്നു. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് ഉദാഹരണങ്ങൾ. പാളികളായി രൂപം കൊണ്ടതിന് എന്ത് വിളിക്കുന്നു? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നു. വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് അടുത്ത മെറ്റാമോർഫിക് റോക്സ് ആണ്. ഉയർന്ന മർദ്ദം മൂലമോ തവം മൂലമോ എന്ത് ചെയ്യുന്നു? ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ചേഞ്ച് ഉണ്ടാവുന്നു. ഈ ഇങ്ങനെ രൂപം കൊള്ളുന്നതാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം മാർബിൾ ആൻഡ് സ്ലേറ്റ്. കായന്ത്രിത ശിലകൾ ഏറ്റവും കടന്നപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് റോക്ക് സൈക്കിൾ എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ്. നമ്മൾക്ക് അടുത്ത ഭാഗം വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്.